ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും അനൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്രിസ്പി ഫ്രൈഡ് ചിക്കനാണ്. KFC പോലെയുള്ളൊരു ചിക്കൻ എന്ന് നമുക്ക് പറയാം. എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 750 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. മീഡിയം വലിപ്പത്തിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. ഇതുപോലെ ചിക്കൻ്റെ പീസ് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കാം. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 സ്പൂൺ മൈദമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് 2 സ്പൂൺ കോൺഫ്ലവർ ആണ്. ഇനി നമുക്ക് ഒരു നുള്ള് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ഒറിഗാനോ ആണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ നമ്മളിത് മാവിൽ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാൻ നമ്മുടെ ചെറുള്ളി ചതച്ചതാണിത്, അത് ഒരു ബൗൾ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ ഒരു ലെമണിൻ്റെ ഹാഫ് എടുത്തിട്ട് നമുക്കതൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. നന്നായി അതിൻ്റെ നീര് പിഴിഞ്ഞു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലോട്ട് ഗരം മസാലയാണ് ആഡ് ചെയ്തത്. കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം 1 സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലോട്ട് 2 മുട്ട പൊട്ടിച്ച് കൊടുക്കണം. 2 മുട്ട ആഡ് ചെയ്തു. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കൈവച്ച് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് മിക്സിയിൽ അത് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ബാറ്റർ നന്നായി മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസസ് ഇതിലോട്ട് നന്നായി ഡിപ്പ് ചെയ്ത് കൊടുക്കണം. നല്ല പോലെ ആ ബാറ്റർ നമ്മൾ മുക്കിയെടുത്ത് കൊടുക്കണം. നല്ല പോലെ ചിക്കൻ പീസസിൽ മിക്സ് ചെയ്യാം. ഇനി നമ്മളിതൊന്ന് മിനിമം 2 മണിക്കൂറെങ്കിലും നമ്മളിത് നന്നായി അടച്ചു വെക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് പതുക്കെ ഓരോ പീസസ് എടുത്തിട്ട് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഓട്സിലോട്ട് പതുക്കെ കോട്ട് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ സൈഡിലും എത്തുന്ന പോലെ നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഓട്സ് ആണ്. നമുക്കിനി ഇതിൽ കോൺഫ്ലേക്സ് വെച്ചിട്ടും ചെയ്യാം. ഞാനപ്പോൾ അതും ട്രൈ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഓട്സ് ആണ്. ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. നല്ല പോലെ കോട്ട് ചെയ്ത് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനാണ് നമ്മൾ ഇത്രയും ഇത് കോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ കോൺഫ്ലേക്സ് വെച്ച് ചെയ്തതാണ് ഞാൻ ഈ 2 പീസ്. നിങ്ങൾക്കത് കാണാൻ പറ്റും. കോൺഫ്ലേക്സും അതുപോലെ തന്നെ ഓട്സും മിക്സ് ചെയ്തിട്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് പൊരിച്ചെടുക്കാം. അതിനായിട്ട് നമുക്കൊരു കുഴിയുള്ള ടൈപ്പ് പാനാണ് വേണ്ടത്. കാരണം നമ്മുടെ ചിക്കൻ ഇതിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എണ്ണ നന്നായി ചൂടായതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഓരോ ചിക്കൻ പീസസായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു പീസ് ഞാൻ ഇട്ടു. ഒരു വശം ഒരു 2-3 മിനിറ്റ്
നന്നായി വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്കൊന്ന് പതുക്കെ തിരിച്ചിടാം. അതുപോലെ തന്നെ ഈ വശവും നന്നായി 2-3 മിനിറ്റ് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പീസ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ഇത് നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണിത് കഴിക്കാനും. അതുപോലെ നമ്മുടെ അടുത്ത പീസസും ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. ഒരു വശം ഒരു 2-3 മിനിറ്റ് പൊരിച്ചെടുത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ഇത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഗാർലിക് ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു സോ മച്ച്.